പ്രേംലലെ, പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു വാർത്തയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ജനന നിരക്ക് ഉയരുന്ന സാഹചര്യത്തിൽ ഗർഭനിരോധന ഉറയുടെ വില കുറയ്ക്കണമെന്ന ആവശ്യവുമായി പാക് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. കോണ്ടത്തിന് നിലവിലുള്ള 18% നികുതി അസഹനീയമാണെന്നും കുറക്കാൻ അനുവദിക്കണമെന്നും പാക് സർക്കാർ അന്താരാഷ്ട്ര നാണയനിധിയായ IMF ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യം IMF നിരസിക്കുകയാണ് ചെയ്തത്. നമുക്ക് ഈ വാർത്തയെ നമുക്ക് ഏത് തരത്തിൽ വിലയിരുത്താം? ഈ പാകിസ്ഥാനിലെ ജനന നിരക്ക് നോക്കണം. 1000 പേർക്ക് ഏതാണ്ട് 22 പേർ അവിടെ ജനിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ കണക്ക്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ നോക്കുമ്പോൾ വളരെ കൂടുതലാണ്. അന്താരാഷ്ട്ര തലത്തിൽ 1000 പേർക്ക് 16 പേരാണ് ജനന നിരക്ക്. ഇപ്പോ മൊത്തത്തിൽ നോക്കുമ്പോൾ പാകിസ്ഥാനിലെ ജനസംഖ്യയിലെ 2.55% പേര് ഓരോ വർഷവും പിറന്നു വീഴുന്നു എന്നുള്ളതാണ്. ഓരോ വർഷവും 60 ലക്ഷം പേരാണ് പാകിസ്ഥാനിൽ ജനിക്കുന്നത്. അപ്പൊ ഇത് വലിയ രീതിയിൽ ജനസംഖ്യാ പെരുപ്പം അനുഭവപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ട് പാകിസ്ഥാൻ മാറുന്നുണ്ട്. അപ്പൊ അവിടുത്തെ വിഭവങ്ങളുടെ ഒരു ലഭ്യത വെച്ച് നോക്കുമ്പോൾ ഈ ജനങ്ങൾ ഇങ്ങനെ പെറ്റുപെരുകുന്നത് ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ രീതിയിലുള്ള തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ഒക്കെ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഈ അനിയന്ത്രിതമായ ജനപ്പെരുപ്പമാണ് എന്നുള്ളതാണ് പൊതുവിൽ വിലയിരുത്തുന്നത്. അപ്പൊ ഈ സാഹചര്യത്തിൽ എങ്ങനെ ഈ ജനപ്പെരുപ്പം കുറയ്ക്കാനായിട്ടുള്ള മാർഗം, അതിനെക്കുറിച്ചുള്ള ആലോചനകൾക്കിടയിലാണ് ഒരു സംഗതി പാക് സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് വരുന്നത്. ഈ ജനസംഖ്യ നിയന്ത്രിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഗർഭധാരണം അതിന്റെ എണ്ണം കുറയ്ക്കേണ്ടതുണ്ട്. അപ്പൊ ഗർഭധാരണം തടയുന്നതിനുള്ള മാർഗങ്ങൾ അത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാൻ സ്വീകരിച്ച നയം. പക്ഷെ നിർഭാഗ്യവശാൽ അവിടെ ഈ ഏറ്റവും ലളിതമായ ഗർഭനിരോധന ഉപാധിയായ ഗർഭനിരോധന ഉറകൾ അതിന് 18% അവിടെ നികുതി ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും നികുതി കൊടുത്ത് ഒരു ഗർഭനിരോധന ഉറ പാകിസ്ഥാനിൽ വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വില കൂടുതലാണ് എന്നുള്ളതുകൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോ അവിടെ ഇപ്പൊ ഇന്ത്യയില് 50 മുതൽ 100 രൂപ വരെ ഒരു പാക്കറ്റ് കോണ്ടം, ഒരു പാക്കറ്റ് ഗർഭനിരോധന ഉറ ലഭിക്കുമ്പോൾ, അതായത് സാധാരണ ഓർഡിനറി ക്ലാസ് കോണ്ടം, പ്രീമിയം ക്ലാസ് അല്ല ഉദ്ദേശിക്കുന്നത്, അത് കിട്ടുമെങ്കിൽ പാകിസ്ഥാനിൽ അതിന്റെ വില പാകിസ്ഥാൻ കറൻസിയിൽ 200 മുതൽ 500 വരെ കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പൊ ഇന്ത്യയിൽ 160 വരെ വിലയാണെന്ന് കണക്കാക്കിയാൽ പോലും പാകിസ്ഥാനിൽ അത് അതിന്റെ ഇരട്ടിയോളം വില കൊടുക്കണം. ഇനി പ്രീമിയം ക്ലാസ് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ അത് 1000 മുതൽ 1400 വരെ PKR, അതായത് പാകിസ്ഥാൻ കറൻസി, അത്രയും വില വരും. ഇപ്പൊ ഇന്ത്യയിൽ അത് 450 മുതൽ 630 വരെ വില വരുള്ളൂ. അത്രയും വലിയ അന്തരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇപ്പൊ ഇവിടെ ഈ 18% നികുതി അത് ഇപ്പോ ഗർഭനിരോധന ഉറകൾക്ക് മാത്രമല്ല, സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാനിറ്ററി പാഡുകൾക്കും കുട്ടികൾക്കുള്ള ഡയപ്പറുകൾക്കും ഇത്രയും അധിക നികുതി ചുമത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇതിലൊക്കെ വലിയ കുറവ് വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പാകിസ്ഥാൻ സർക്കാർ അന്താരാഷ്ട്ര നാണയനിധിയെ സമീപിച്ചിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് നമുക്ക് തോന്നും ഈ പാകിസ്ഥാനിൽ നികുതി കുറയ്ക്കുക എന്നുള്ളത് അത് പാകിസ്ഥാൻ സർക്കാരിന്റെ അധികാര പരിധിയിൽ വരുന്ന സംഗതിയല്ലേ, അതിനെന്തിനാണ് ഈ അന്താരാഷ്ട്ര നാണയനിധി അല്ലെങ്കിൽ ലോക ബാങ്കിന്റെ പെർമിഷൻ തേടുന്നത്? പക്ഷെ വാസ്തവത്തിൽ പാകിസ്ഥാൻ അതിന് നിർബന്ധിതമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തി. കാരണം ലോക ബാങ്കിൽ നിന്ന് 7 ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ വായ്പ പാകിസ്ഥാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോ ഇതിന്റെ 2-3 ഗഡുക്കൾ ഇതിനോടകം കിട്ടി. ഏതാണ്ട് 3 ബില്യണിനടുത്ത് തുക ഇതിനോടകം കിട്ടി. ഒരു 1.5 ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ തുക ഇനി വരാനിരിക്കുന്നു. അപ്പോ നേരത്തെ തന്നെ പാകിസ്ഥാൻ വലിയ രീതിയിൽ ലോക ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിരുന്നു. അത് പലതവണ തിരിച്ചടയ്ക്കുന്നതിൽ പാകിസ്ഥാൻ വലിയ വീഴ്ചയും വരുത്തി. ഇപ്പോ വായ്പ നൽകിയിരിക്കുന്നത് കർശന ഉപാധികളോടെയാണ് ഈ ലോക ബാങ്ക് പാകിസ്ഥാന് വായ്പ നൽകിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോ അവിടെ ഏതെങ്കിലും തരത്തിൽ സർക്കാരിന് വരുമാനം കിട്ടാനുള്ള സ്രോതസ്സുകളില് കാര്യമായ നിയന്ത്രണം ഇപ്പോ അന്താരാഷ്ട്ര നാണയനിധിക്കുണ്ട്. അപ്പൊ ഇവിടെ ഈ കോണ്ടത്തിനടക്കം നികുതി ലഘൂകരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള വരുമാന നഷ്ടം സർക്കാരിന് ഉണ്ടാകും. അതൊരിക്കലും അനുവദിക്കാൻ ഒക്കില്ല. കാരണം സർക്കാരിന് വരുമാന നഷ്ടം ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് ലോക ബാങ്കിന്റെ വായ്പാ തിരിച്ചടവിനെ ബാധിക്കും. അതുകൊണ്ടാണ് അവര് ഈ കോണ്ടത്തിന്റെ അടക്കം നികുതി കുറയ്ക്കണമെന്നുള്ള ആവശ്യം ഈ ലോക ബാങ്കിന്റെ അനുമതിയോടെ നടപ്പാക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ലോക ബാങ്ക് ഇവിടെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടുന്ന സാങ്കേതികപരമായ ഒരു കാരണം കൂടിയുണ്ട്. കാരണം ലോക ബാങ്കിൽ ഇത്തരം നികുതി നിർദ്ദേശങ്ങൾ അത് അവരുടെ അനുമതി കിട്ടണമെങ്കിൽ അത് ബജറ്റ് നിർദ്ദേശമായിട്ട് വരണം.
പക്ഷെ ഇത് ബജറ്റ് നിർദ്ദേശമായിട്ടല്ല, അതിന്റെ ഒരു ഇടക്കാല സ്വഭാവമുള്ള രീതിയിലാണ്, ഒരു പ്രത്യേക ഒരു ഉത്തരവ് എന്ന രീതിയിലാണ് ഈ പുതിയ നിർദ്ദേശം വന്നത്. അത് ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ഇതോടുകൂടി ഈ പാകിസ്ഥാൻ ഈ കോണ്ടത്തിന്റെ വില കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അന്താരാഷ്ട്ര നാണയനിധിക്ക് അപേക്ഷ സമർപ്പിച്ചതോടുകൂടി ഇത് വലിയ ചർച്ചയായി. ആ രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും വലിയ ചർച്ചയായി. ഇതോടുകൂടി ഇതിന്റെ സ്വഭാവം ഇത്തരത്തിലായതുകൊണ്ട് തന്നെ അത് വലിയ നാണക്കേട് ആ രാജ്യത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പൊ ഇത് ഈ 18% ടാക്സ് പാകിസ്ഥാനിലെ ജനറൽ സെയിൽസ് ടാക്സ് എന്ന ഇനത്തിലാണ് ഇപ്പൊ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയ രീതിയിൽ വെട്ടിക്കുറച്ചാൽ അത് താഴെ വരുമാനമുള്ള ആൾക്കാർക്ക് ഇത്തരം ഗർഭനിരോധന ഉപാധികൾ വാങ്ങാനായിട്ടുള്ള അവസരം കിട്ടും. അതുകൊണ്ടാണ് ഈ വില കുറയ്ക്കാനായിട്ട് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ സാധാരണക്കാരടക്കം, അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്നവരടക്കം പെറ്റുപെരുകുന്നതിന്റെ അവസ്ഥ, അതിന്റെ കാരണം ഇത്തരം ഗർഭനിരോധന ഉപാധികൾ അവർക്ക് വാങ്ങാനായിട്ടുള്ള സാമ്പത്തിക ക്ഷമത ഇല്ലാത്തത് തന്നെയാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി ഇത് കൂടാതെ ഈ പാകിസ്ഥാനിലെ ഇത്തരം ഉൽപ്പന്നങ്ങൾ തദ്ദേശീയമായ ഉൽപാദനം വളരെ കുറവുമാണ്. അപ്പൊ ഇവർക്ക് ഇത് ഏറിയ പങ്കും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട ഒരു അവസ്ഥ കൂടിയുണ്ട്. അപ്പോ ഈ ഇറക്കുമതി ചുങ്കം പിന്നെ അതിനോടനുബന്ധിച്ചുള്ള ടാക്സുകൾ അടക്കം ഈടാക്കിയാണ് ഈ സാധനം അവിടെ വിറ്റഴിക്കപ്പെടുന്നത് എന്നുള്ളത് കൂടി ഓർത്ത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ കൂടാതെ സർക്കാർ സംവിധാനങ്ങൾ വഴി ഇതിന്റെ ലഭ്യത വളരെ കുറവാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ പോലും ഈ ഗർഭനിരോധന ഉറകളോ അല്ലെങ്കിൽ ഗർഭനിരോധന ഉപാധികളോ സൗജന്യമായി ലഭ്യമാണ്. പക്ഷെ പാകിസ്ഥാനില് അത്തരം സാധ്യതകൾ വളരെ പരിമിതമാണ്. കൂടുതലും മെഡിക്കൽ ഷോപ്പുകൾ വഴിയോ ഓൺലൈൻ വഴിയോ ഒക്കെയാണ് ഇത്തരം ഗർഭനിരോധന ഉപാധികൾ പാകിസ്ഥാനിലെ പൗരന്മാർക്ക് കിട്ടുന്നത്. പിന്നെ അവിടെ ഒരു കാര്യമുണ്ട്, അവിടെ ഈ വന്ധ്യംകരണ ചികിത്സയുണ്ടല്ലോ, ഇപ്പോ വാസക്ടമി പോലെയുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഏർപ്പെടുത്തുന്ന വന്ധ്യംകരണ ചികിത്സ, അത് പൂർണ്ണമായും സൗജന്യമായിട്ട് അവിടുത്തെ ആശുപത്രികളിൽ ലഭ്യമാണ്. പക്ഷെ ഇത്തരം ഗർഭനിരോധന ഉപാധികൾ അത് സൗജന്യ നിരക്കിൽ കൊടുക്കാനായിട്ടുള്ള പ്രാപ്തി സർക്കാരിനില്ല. അപ്പൊ ഇത് നടപ്പിലാക്കുന്നതോടുകൂടി രണ്ട് കാര്യങ്ങൾ പാകിസ്ഥാൻ സർക്കാരിന് നേട്ടമായി വരേണ്ടതാണ്. ഒന്ന്, അനിയന്ത്രിതമായി തുടരുന്ന ജനസംഖ്യാ പെരുപ്പം നിയന്ത്രിക്കാം. അതോടൊപ്പം സ്ത്രീകളുടെ ആരോഗ്യം, അത് ഈ നിരന്തരമായ ഗർഭധാരണം വഴി സ്ത്രീകളുടെ ആരോഗ്യം ക്ഷയിക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി ഒരു കാര്യം കൂടി ഓർത്തു വെക്കണം. നമ്മുടെ ഈ പാകിസ്ഥാൻ സർക്കാർ ഈ ബെയിലൗട്ട് പാക്കേജിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് വായ്പ എടുത്തതിന്റെ ഭാഗമായിട്ട് ഈ വെറും കോണ്ടത്തിന്റെ വില കുറയ്ക്കൽ മാത്രമല്ല സമീപകാലത്ത് ചർച്ചയായി വന്നത്. പാകിസ്ഥാന്റെ അഭിമാനമായ അവരുടെ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് എന്ന് പറയുന്ന വിമാന കമ്പനി പോലും ഇപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതിന്റെ കാരണം ആ രാജ്യം പാപ്പരായി നിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് കൂടിയാണ്. അപ്പൊ ഇവിടെ അന്താരാഷ്ട്ര നാണയനിധി ഈ ഗർഭനിരോധന ഉപാധികളുടെ ടാക്സ് കുറയ്ക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ കാരണം, ഈ ഒരു ഇനത്തിൽ മാത്രം ടാക്സ് ഒഴിവാക്കിയാൽ അല്ലെങ്കിൽ അത് കുറച്ചാൽ മാത്രം പാകിസ്ഥാൻ കറൻസിയിൽ 40 മുതൽ 60 കോടി വരെ രൂപയുടെ വരുമാന നഷ്ടം ഉണ്ടാകും. അത് പാകിസ്ഥാന്റെ നിലവിലെ സാമ്പത്തിക നില വെച്ച് അത് അനുവദിക്കാനാകില്ല എന്നുള്ളതാണ് ഇവർ കണക്കാക്കുന്നത്. പിന്നെ മറ്റൊരു സംഗതി കൂടിയുണ്ട്. നിലവിൽ പാകിസ്ഥാൻ സർക്കാരിന് 13.98 ട്രില്യൺ പാകിസ്ഥാൻ കറൻസിയുടെ വരുമാന കമ്മിയുണ്ട് എന്നുള്ളത് കൂടി ഓർക്കണം. ഇപ്പോ നിലവിൽ ബജറ്റ് അടക്കം പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ബജറ്റ് അലോക്കേഷനിൽ അടക്കം വലിയ രീതിയിലുള്ള കമ്മി ബജറ്റിലാണ് കാര്യങ്ങൾ പോകുന്നത്. ചെലവ് കൂടുതലും വരുമാനം കുറവുമാണ്. അത് മൊത്തം കണക്കാക്കുമ്പോൾ 13.98 ട്രില്യൺ പാകിസ്ഥാൻ കറൻസിയാണ് വരുമാന നഷ്ടം. അപ്പോൾ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഉൽപ്പന്നങ്ങൾക്ക് മാത്രം നികുതി ഇളവ് അനുവദിക്കുന്നത് ഈ നികുതി പിരിവിനെ പോലും പ്രതികൂലമായി ബാധിക്കും. അപ്പൊ ചില ഉൽപ്പന്നങ്ങൾക്ക് പഴയ നികുതി, ചില ഉൽപ്പന്നങ്ങൾക്ക് പുതിയ നികുതിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ നികുതി പിരിവിനെ അത് പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി കണക്കാക്കിയാണ് അന്താരാഷ്ട്ര നാണയനിധി പാകിസ്ഥാന്റെ ഈ ആവശ്യത്തെ തള്ളിയിരിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഗർഭനിരോധന ഉപാധികൾ എന്നൊക്കെ പറയുന്നത് പൊതുവെ ഒരു പൊതു ഇടത്തിൽ ആളുകൾ ചർച്ച ചെയ്യാൻ മടിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷെ പാകിസ്ഥാൻ സർക്കാർ അന്താരാഷ്ട്ര നാണയനിധി പോലെയുള്ള ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ഫോറത്തിൽ ഇക്കാര്യം ഉന്നയിച്ച ഒരു അപേക്ഷ സമർപ്പിച്ചതിലൂടെ അത് വലിയ ചർച്ചയായി. ഇത് പാകിസ്ഥാന് വലിയ നാണക്കേട് ഉണ്ടാക്കി എന്നുള്ളതാണ് വാസ്തവം.